എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന ഫയർമാൻ ഡ്രൈവർ എക്സാമിന് മുന്നോടിയായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രൈവറ്റ് സർവീസ് വാഹനം. പ്രൈവറ്റ് സർവീസ് വാഹനമാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം. ഡ്രൈവർ ഉൾപ്പെടെ 9 അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങളിൽ നിന്ന് നിർവചിച്ചിരിക്കുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 9 അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങൾ നിന്ന് നിർവചിച്ചിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ, M3. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കണം? ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിൻ്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? ആൻസർ ഓപ്ഷൻ സി, 365. 365 ദിവസത്തിന് മുൻപ് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കാൻ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും. ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും. ആൻസർ ഓപ്ഷൻ ഡി, വെള്ള പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിൻ്റെ മുൻവശത്തും പിറകുവശത്തും വെള്ള പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം. ആൻസർ ഓപ്ഷൻ ബി, പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക എന്നതാണ് ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം. ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുള്ള ആൾ. ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുള്ള ആൾ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരും. ഓപ്ഷൻ എ, ജില്ലാ കളക്ടർ. ബി, സംസ്ഥാന മന്ത്രി. സി, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ജില്ലാ കളക്ടർ, സംസ്ഥാന മന്ത്രി, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നിവർക്ക് ഒരു പബ്ലിക് സർവീസ് വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പരിശോധിക്കാൻ അധികാരമുണ്ട്. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി ഡാഷ് ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ ബി, 60. ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധി പരമാവധി 60 ദിവസം മുമ്പേ അപേക്ഷിക്കാവുന്നതാണ്. വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിൽ അധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിൽ അധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, 3. വാഹനം ഒരു സ്ഥലത്ത് 3 മിനിറ്റിൽ അധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും ഡാഷ് മീറ്റർ മുമ്പിലും പുറകിലും വയ്ക്കണം. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും ഡാഷ് മീറ്റർ മുമ്പിലും പുറകിലും വെക്കണം. ആൻസർ ഓപ്ഷൻ ബി, 20. ഒരു തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും 20 മീറ്റർ മുൻപിലും പുറകിലും വയ്ക്കണം. മൾട്ടി ടോൺ ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം എത്രയാണ്? മൾട്ടി ടോൺ ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 50 മീറ്റർ. 50 മീറ്ററാണ് മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിച്ചു പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും
എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? ആൻസർ ഓപ്ഷൻ സി 5 മീറ്റർ. പെഡസ്ട്രിയൻ ക്രോസിംഗിൽ നിന്നും 5 മീറ്റർ മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനം വലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ പരമാവധി ദൂരം. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 5 മീറ്റർ. 5 മീറ്ററാണ് ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന വാഹനം വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം. എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം. ആൻസർ ഓപ്ഷൻ ഡി ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ് എന്നിങ്ങനെയാണ് എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാക്രമം. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ്? ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 80 കിലോമീറ്റർ പെർ മണിക്കൂർ. 80 കിലോമീറ്റർ പെർ ഹവർ ആണ് ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. എ ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക. ബി യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോവുക. സി ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗതാ പരിധി സംബന്ധിച്ചുള്ള പ്രസ്താവനകൾ. 1. സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗതാ പരിധി 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 1. സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗതാ പരിധി 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത 50 കിലോമീറ്റർ പെർ ഹവർ ആണ്. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗത പരിധി സംബന്ധിച്ച്. 1. 6 ലൈൻ റോഡിലെ പരമാവധി വേഗത 110 കിലോമീറ്റർ പെർ ഹവർ ആണ്. 2. ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗതാ പരിധി 80 കിലോമീറ്റർ പെർ ഹവർ ആണ്. ആൻസർ ഓപ്ഷൻ ബി 1 ശരി 2 തെറ്റ്. 1. 6 ലൈൻ റോഡിലെ പരമാവധി വേഗത 110 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗത പരിധി 60 കിലോമീറ്റർ പെർ ഹവർ ആണ്. ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ULW എന്നത് എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ആൻസർ ഓപ്ഷൻ സി അൺലാഡൻ വെയിറ്റ്. ULW എന്നത് അൺലാഡൻ വെയിറ്റിൻ്റെ ചുരുക്കെഴുത്താണ്. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ. ആൻസർ ഓപ്ഷൻ എ പെർമിറ്റ്. പെർമിറ്റാണ് ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ. ലൈസൻസ് എടുക്കാൻ പ്രായമാവാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ. ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു പിടിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ. മുകളിൽ കൊടുത്തിരിക്കുന്നവ എല്ലാം ശരിയാണ്. 1. വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും. വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും ലഭിക്കും. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത. കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിൽ നിന്നും അയോഗ്യത. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടി. വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്കുപറ്റി വീണുകിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി
പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാലു. ആൻസർ ഓപ്ഷൻ സി, 4 മാത്രം ശരി. 4. ഗുഡ് സമരിറ്റയൻ ആയ ഒരാളുടെ അവകാശപ്രകാരം മേൽപ്പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങളും ഒഴിവാക്കി അവിടെ നിന്നും പോകാം. 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിനു സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3 ശരി. 1. പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. 2. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. 3. അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിൽ ആയിരിക്കണം. NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം. NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫാസ്ടാഗ്. ഫാസ്ടാഗ് ആണ് NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനം. ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത്. ഡ്രൈവറെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3, 4 ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന കുറ്റമാണ്. 1. നിയമപരമായ വേഗത പരിധിക്കും മുകളിൽ വാഹനം ഓടിക്കുന്നത്. 2. അപകടകരമായി വാഹനം ഓടിക്കുന്നത്. 3. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. 4. ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്രവാഹനം ഓടിക്കുന്നത്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായി നിയമപരവുമായി സമർപ്പിക്കാവുന്ന മാർഗം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2 ശരിയാണ്. 1. പരിവാഹൻ. 2. ഡിജി ലോക്കർ. പരിവാഹനും ഡിജി ലോക്കറും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗമാണ്. വൈറ്റഡ് ഡെസിബൽ എന്തിൻ്റെ യൂണിറ്റാണ്? വൈറ്റഡ് ഡെസിബൽ എന്തിൻ്റെ യൂണിറ്റാണ്? ആൻസർ ഓപ്ഷൻ എ, ശബ്ദത്തിൻ്റെ യൂണിറ്റ്. ശബ്ദത്തിൻ്റെ യൂണിറ്റാണ് വൈറ്റഡ് ഡെസിബൽ. VLTD എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? VLTD എന്തിൻ്റെ ചുരുക്കെഴുത്താണ്? ആൻസർ ഓപ്ഷൻ ബി, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ആണ് VLTD. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫോർമേഷൻ പാനൽ എന്നിവ. സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫോർമേഷൻ പാനൽ എന്നിവ. ആൻസർ ഓപ്ഷൻ സി, അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടത്. അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ് സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫോർമേഷൻ പാനൽ എന്നിവ. സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ്? സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുക. വാഹനത്തിൻ്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുക എന്നതാണ് സ്പീഡ് ഗവർണർ ചെയ്യുന്നത്. കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം ഏതാണ്? കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കാരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സിറ്റി, ലൈം ഗ്രീൻ, മൊഫ്യൂസിൽ, ഡീപ് സ്കൈ ബ്ലൂ. ലിമിറ്റഡ് സ്റ്റോപ്പ് വിവിഡ് പിങ്ക്. സിറ്റിയിൽ ലൈം ഗ്രീൻ, മൊഫ്യൂസിൽ, ഡീപ് സ്കൈ ബ്ലൂ എന്നിവയും ലിമിറ്റഡ് സ്റ്റോപ്പിന് വിവിഡ് പിങ്കുമാണ് നൽകേണ്ടത്. ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾസ് വെയിറ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾസ് വെയിറ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, വാഹനവും ലോഡും കൂട്ടിയുള്ള ഭാരം. വാഹനവും ലോഡും കൂട്ടിയുള്ള ഭാരമാണ് ഒരു വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾസ് വെയിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 50 cc-യിൽ താഴെ എൻജിൻ കപ്പാസിറ്റിയുള്ള ഗിയറില്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? 50 cc-യിൽ താഴെ എൻജിൻ കപ്പാസിറ്റിയുള്ള ഗിയറില്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്?
ആൻസർ ഓപ്ഷൻ എ L1 കാറ്റഗറി. L1 കാറ്റഗറിയിലാണ് 50 cc താഴെ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഗിയറില്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഉൾപ്പെടുന്നത്. 18 വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എത്ര വയസ്സുവരെ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കും? 18 വയസ്സിൽ ഒരാൾ ലൈസൻസ് എടുത്താൽ എത്ര വയസ്സുവരെ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 40 വയസ്സുവരെ. 40 വയസ്സുവരെയാണ് 18 വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കുക. ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിലുള്ള റൂൾ ഏതാണ്? ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിനുള്ള റൂൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി CMVR 1989 റൂൾ 17 ക്ലോസ് എ. CMVR 1989 റൂൾ 17 ക്ലോസ് എ ആണ് ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിനുള്ള റൂൾ. ഒരു ജോയിന്റ് RTOയെ താഴെ പറയുന്ന ലൈസൻസിംഗ് അതോറിറ്റിയായി പറയുന്നു. ഒരു ജോയിന്റ് RTOയെ താഴെ പറയുന്ന ലൈസൻസിംഗ് അതോറിറ്റിയായി പറയുന്നു. ആൻസർ ഓപ്ഷൻ എ അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റി. ഒരു ജോയിന്റ് RTOയെ അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റിയായി പറയുന്നു. പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ്? പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 3 ടണ്ണിന് താഴെ GVW ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ. 3 ടണ്ണിന് താഴെയുള്ള GVW ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾക്കാണ് പെർമിറ്റ് ആവശ്യമില്ലാത്തത്. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനം 4 കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയി പാസ്സായാൽ എത്ര വർഷം വരെ കാലാവധി ലഭിക്കും? ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനം 4 കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയി പാസ്സായാൽ എത്ര വർഷത്തെ കാലാവധി ലഭിക്കും? ആൻസർ ഓപ്ഷൻ ബി 2 വർഷത്തേക്ക്. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനം 4 കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയി പാസ്സായാൽ 2 വർഷം കാലാവധി വരെ ലഭിക്കും. ഒരു വാഹനം പാർക്ക് ചെയ്ത് എന്ന് പറയണമെങ്കിൽ ആ വാഹനം എത്ര സമയം റോഡിൽ നിർത്തിയിടണം? ഒരു വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വാഹനം എത്ര സമയം റോഡിൽ നിർത്തിയിടണം? ആൻസർ ഓപ്ഷൻ ഡി 3 മിനിറ്റിൽ കൂടുതൽ. ഒരു വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വാഹനം 3 മിനിറ്റിൽ കൂടുതൽ റോഡിൽ നിർത്തിയിടണം. ഒരു ഇരുചക്ര വാഹനം റോഡിൽ കെട്ടിവലിക്കുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരം എത്രയാണ്? ഒരു ഇരുചക്ര വാഹനം റോഡിൽ കെട്ടിവലിക്കുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരം എത്രയുണ്ടാകണം? ആൻസർ ഓപ്ഷൻ സി കെട്ടിവലിക്കാൻ പാടില്ല. ഇരുചക്ര വാഹനം റോഡിലൂടെ കെട്ടിവലിക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ സെക്ഷൻ 185 എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 185 എന്താണ്? ആൻസർ ഓപ്ഷൻ സി മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സ്വാധീനത്തിൽ. മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സ്വാധീനത്തിനെയാണ് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 185 പറയുന്നത്. വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാണിംഗ് ട്രയാങ്കിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാണിംഗ് ട്രയാങ്കിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി വാഹനം ബ്രേക്ക് ഡൗണായി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റ് ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ. വാഹനം ബ്രേക്ക് ഡൗണായി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കുന്നത്. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 20 വയസ്സ്. 20 വയസ്സാണ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് എന്താണ്? വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് എന്ത്? ആൻസർ ഓപ്ഷൻ സി ഇൻഅറ്റൻറ്റീവ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഇൻഅറ്റൻറ്റീവ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. എ ഉറക്കവും ക്ഷീണവും അവഗണിച്ച് വാഹനം ഓടിക്കരുത്. ഉറക്കവും ക്ഷീണവും അവഗണിച്ച് വാഹനം ഓടിക്കരുത്. ബി സമയത്തെത്താൻ അമിത വേഗത സ്വീകരിക്കാതെ നേരത്തെ പുറപ്പെടുക.
സമയത്തെത്താൻ അമിത വേഗത സ്വീകരിക്കാതെ നേരത്തെ പുറപ്പെടുക. വാഹനത്തിൻ്റെ രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും പരിശോധിച്ച് കാലാവധി ഉറപ്പുവരുത്തുക. വാഹനത്തിൻ്റെ രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും പരിശോധിച്ച് കാലാവധി ഉറപ്പുവരുത്തുക. സ്റ്റിയറിംഗ് വീലിൻ്റെ റോട്ടറി മോഷൻ റെസിപ്രോഗേറ്റീവ് മോഷനായി മാറ്റുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ റോട്ടറി മോഷൻ റെസിപ്രോഗേറ്റിംഗ് മോഷനായി മാറ്റുന്നത്. ആൻസർ ഓപ്ഷൻ സി, സ്റ്റിയറിംഗ് ബോക്സ്. സ്റ്റിയറിംഗ് ബോക്സ് ആണ് സ്റ്റിയറിംഗ് വീലിൻ്റെ റോട്ടറി മോഷൻ റെസിപ്രോഗേറ്റിംഗ് മോഷനായി മാറ്റുന്നത്. ഒരു V8 എഞ്ചിനിൽ എത്ര എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടായിരിക്കും? ഒരു V8 എഞ്ചിനിൽ എത്ര എക്സോസ്റ്റ് മാനിഫോൾഡാണ് ഉണ്ടായിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 2. ഒരു V8 എഞ്ചിനിൽ 2 എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടായിരിക്കും. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം 194 പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ എത്ര രൂപയാണ്? ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം 194 പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ എത്ര രൂപയാണ്? ആൻസർ ഓപ്ഷൻ എ, 20,000. 20,000 രൂപയാണ് ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം 194 പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ. ഒരു പുതിയ സ്വകാര്യ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷമാണ്? ഒരു പുതിയ സ്വകാര്യ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷമാണ്? ആൻസർ ഓപ്ഷൻ ഡി, 15 വർഷം. 15 വർഷമാണ് ഒരു പുതിയ സ്വകാര്യ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി. ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ പരമാവധി അനുവദനീയമായ GVW എത്രയാണ്? ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൻ്റെ പരമാവധി അനുവദനീയമായ GVW എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 7500 കിലോ. 7500 കിലോയാണ് ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ പരമാവധി അനുവദനീയമായ GVW. താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകളിൽ പ്രതി കുറ്റം ചെയ്താൽ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് ഏതാണ്? താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകളിൽ പ്രതി കുറ്റം ചെയ്താൽ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 186. സെക്ഷൻ 186 ആണ് താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകളിൽ പ്രതി കുറ്റം ചെയ്താൽ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 റൂൾ 168 പ്രകാരം റോഡ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഗുഡ് സമരിറ്റൻ്റെ ബാധ്യതകളും അവകാശങ്ങളും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ സി, ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല. അധികൃതരെ അറിയിച്ചതിന് ശേഷം ഉടൻ ആശുപത്രി വിടാം. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 റൂൾ 169 പ്രകാരം ഒരു ഗുഡ് സമാരിറ്റൻ സ്വമേധയാ കേസിൽ സാക്ഷിയായി നിന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിർബന്ധമായും പാലിക്കേണ്ട നടപടിക്രമം എന്താണ്? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 റൂൾ 169 പ്രകാരം ഒരു ഗുഡ് സമാരിറ്റൻ സ്വമേധയാ കേസിൽ സാക്ഷിയായി നിന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിർബന്ധമായും പാലിക്കേണ്ട നടപടിക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗുഡ് സമാരിറ്റൻ അനുയോജ്യമായ സമയം സ്ഥലത്തിൽ സാധാരണ വേഷം അണിഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യണം. ഗുഡ് സമാരിറ്റന് അനുയോജ്യമായ സമയം സ്ഥലത്തിൽ സാധാരണ വേഷം അണിഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യണം. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 206 പ്രകാരം താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാൻ സാധിക്കും? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 206 പ്രകാരം താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാൻ സാധിക്കും? ആൻസർ ഓപ്ഷൻ ബി, ഡ്രൈവർ സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാകാതെ പോകുമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ. ഡ്രൈവർ സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാകാതെ പോകുമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 206 പ്രകാരം താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്.
മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 207 പ്രകാരം താഴെ പറയുന്ന ഏത് നിയമലംഘനമാണ് പോലീസിനെ ഒരു വാഹനം പിടികൂടാനുള്ള അധികാരം നൽകുന്നത്? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 207 പ്രകാരം താഴെ പറയുന്ന ഏത് നിയമലംഘനമാണ് പോലീസിന് ഒരു വാഹനം പിടികൂടാനുള്ള അധികാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി. സെക്ഷൻ 66 ക്ലോസ് 1 പ്രകാരം പെർമിറ്റ് ഇല്ലാത്ത വാഹനം ഉപയോഗിക്കൽ. സെക്ഷൻ 66 ക്ലോസ് 1 പ്രകാരം പെർമിറ്റ് ഇല്ലാത്ത വാഹനം ഉപയോഗിക്കൽ. റൂൾ 138A പ്രകാരം 2017 ഡിസംബർ 1 മുമ്പ് വിറ്റ വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഘടിപ്പിക്കാനുള്ള അവസാന തീയതി ഏതാണ്? റൂൾ 138A പ്രകാരം 2017 ഡിസംബർ 1 മുമ്പ് വിറ്റ വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഘടിപ്പിക്കാനുള്ള അവസാന തീയതി എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി. 2021 ജനുവരി 1. 2021 ജനുവരി 1 റൂൾ 138A പ്രകാരം 2017 ഡിസംബർ 1 മുമ്പ് വിറ്റ വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഘടിപ്പിക്കാനുള്ള അവസാന തീയതി. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പിൻ പാസഞ്ചറാക്കി കയറ്റിയ മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗത പരിധി എത്രയാണ്? 4 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പിൻ പാസഞ്ചറായി കയറ്റിയ മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ. 40 കിലോമീറ്റർ പെർ മണിക്കൂർ. 40 കിലോമീറ്റർ പെർ ഹവർ ആണ് 4 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പിൻ പാസഞ്ചറാക്കി കയറ്റിയ മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗപരിധി. റൂൾ 122 പ്രകാരം ചാസിസ് നമ്പറുകൾ എത്ര mm ഉയരമുള്ള അക്ഷരങ്ങളിലെങ്കിലും എംബോസ് ചെയ്യണമെന്നാണ് നിബന്ധന? റൂൾ 122 പ്രകാരം ചാസിസ് നമ്പറുകൾ എത്ര mm ഉയരമുള്ള അക്ഷരങ്ങളിലെങ്കിലും എംബോസ് ചെയ്യണമെന്നാണ് നിബന്ധന? ആൻസർ ഓപ്ഷൻ ബി. 7 mm. റൂൾ 122 പ്രകാരം ചാസിസ് നമ്പറുകൾ 7 mm ഉയരമുള്ള അക്ഷരങ്ങളിൽ എങ്കിലും എംബോസ് ചെയ്യണമെന്നാണ് നിബന്ധന. റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡ് സ്ക്രീനുകൾക്ക് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണ്? റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡ് സ്ക്രീനുകൾക്ക് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണ്? ആൻസർ ഓപ്ഷൻ ബി. ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ്. ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ് ആണ് റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡ് സ്ക്രീനുകൾക്ക് ഉപയോഗിക്കേണ്ടത്. റൂൾ 137 പ്രകാരമുള്ള ക്ലാസ് 2 ഹസാഡസ് സാധനങ്ങളിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഉൾപ്പെടുന്നത്? റൂൾ 137 പ്രകാരമുള്ള ക്ലാസ് 2 ഹസാഡസ് സാധനങ്ങളിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി. കംപ്രസ് ഗ്യാസുകൾ. കംപ്രസ് ഗ്യാസുകളാണ് റൂൾ 137 പ്രകാരമുള്ള ക്ലാസ് 2 ഹസാഡസ് സാധനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നത്.